Hi all, KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ 5th മൊഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് സ്പ്രിങ്സിൻ്റെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പലതരത്തിലുള്ള സ്പ്രിങ്സ് നമ്മൾ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസിലും കണ്ടു കാണും. ഓക്കെ, അപ്പം മെയിനായിട്ട് നമുക്കൊരു ഷോക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഒക്കെയാണ് നമ്മൾ സ്പ്രിങ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്പ്രിങ് എന്നുള്ളതൊരു ഇലാസ്റ്റിക് മെമ്പറാണ്. നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ ഉണ്ടാകുന്നത്. ദെൻ ഇതിൻ്റെ യൂസസ് പല ഏരിയാസിലായിട്ട് നമ്മൾ സ്പ്രിങ്സ് പലതരത്തിലുള്ള സ്പ്രിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസ് എന്നുള്ളത് ഷോക്സ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. വൈബ്രേഷൻസിനെ ഡാമ്പ് ചെയ്ത് കളയുക, അതല്ലെങ്കിൽ ഷോക്കുകൾ അബ്സോർബ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഒരു യൂസ് എന്നുള്ളത്. ദെൻ അടുത്തൊരു യൂസ് എനർജി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പല ടോയ്സിലൊക്കെ കണ്ടു കാണും, വൈൻഡ് ചെയ്ത് അതിനുശേഷം കുറച്ച് നേരം അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ ക്ലോക്കുകൾ വൈൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ക്ലോക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ഒരു കോയിൽ ടൈപ്പ് ഒരു സ്പ്രിങ് വെച്ചിട്ടാണ് അത് വൈൻഡ് ചെയ്ത് ഒരു എനർജി സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പിന്നീട് റീയൂസ് ചെയ്യണത്. ദെൻ ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി സ്പ്രിങ് ബാലൻസ് എന്നൊക്കെ പറയുന്ന എക്യുപ്മെൻറ്റ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു ലോഡ് മെഷർ ചെയ്യുക, അവിടുത്തെ ഫോഴ്സ് മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് സ്പ്രിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി പറ്റും. ദെൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഫോളോവർ എന്ന് പറയുന്ന ഭാഗത്തിനെ ക്യാമിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കാനായിട്ട് അതിനെ സ്പ്രിങ് ലോഡഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വണ്ടികളുടെയൊക്കെ സ്റ്റാൻഡ്, ബൈക്കിൻ്റെയൊക്കെ സ്റ്റാൻഡ്, അത് അവിടെ ഒരു സ്പ്രിങ് വെച്ചിട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ പല ഏരിയാസിലും നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട്, പിന്നെ നമ്മൾ എൻജിൻസിലൊക്കെ റോക്കർ ആം, വാൾവ്, ആ ഒരു വാൾവ് അത് നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്യുക, ക്യാമ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്തൊക്കെ അവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളത് അതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യണത്. ഓക്കെ, ദെൻ സ്പ്രിങ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. പലതരത്തിലുള്ള സ്പ്രിങ്ങുകളുണ്ട്. അപ്പം ആദ്യത്തെ ഒരു ടൈപ്പ് എന്നുള്ളത് ഹെലിക്കൽ സ്പ്രിങ്സ്. ഹെലിക്കൽ സ്പ്രിങ് തന്നെ 2 തരത്തിലുണ്ട്. കംപ്രഷൻ സ്പ്രിങ് ഉണ്ട്, ടെൻഷൻ സ്പ്രിങ് ഉണ്ട്. അതാണ് ഇവിടെ 2 തരത്തിലുള്ള സ്പ്രിങ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ദെൻ പിന്നെ വരുന്നത് ഹെലിക്കൽ ടോർഷൻ സ്പ്രിങ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ആക്സിയൽ ഡയറക്ഷനിലുള്ള ഒരു ഫോഴ്സിനെയാണ് അത് എടുക്കുന്നത്. ദെൻ ടോർഷൻ സ്പ്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ടോർക്ക്, നമുക്കൊരു ട്വിസ്റ്റിംഗ് ആണ് നമുക്ക് കൊടുക്കേണ്ട വരിക, അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി സ്റ്റോർഡ് ആവും. ദെൻ അത് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളത് നമ്മുടെ പലതരത്തിലുള്ള ക്ലിപ്പുകൾ, ഇപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ പിൻ ചെയ്ത് വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിപ്പുകൾ, അതിലൊക്കെ ഇങ്ങനത്തെ ഒരു ടോർഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഹെലിക്കൽ ടോർഷൻ സ്പ്രിങ്. ദെൻ സ്പൈറൽ സ്പ്രിങ്, ഇപ്പോൾ നേരത്തെ വൈൻഡ് ചെയ്തിട്ടൊക്കെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പ്രിങ്ങുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കേസിലൊക്കെ നമ്മളിങ്ങനത്തെ സ്പൈറലായിട്ടുള്ള ഷേപ്പിലാണ് അവിടെ കോയിൽ ഇരിക്കുന്നുണ്ടാവുക. സ്പ്രിങ്ങിൻ്റെ കോയിൽ സ്പൈറൽ ഷേപ്പിലായിരിക്കും. ദെൻ അതിനെ വൈൻഡ് ചെയ്തിട്ടാണ് നമ്മളതിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഡിസ്ക് ഓർ ബെൽവിൽ സ്പ്രിങ്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസ്ക് സ്പ്രിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അല്പം കോണിക്കലായിട്ടുള്ള ഒരു ഡിസ്ക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോണിക്കൽ ഷേപ്പ് മാറിയിട്ട് അതിനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്കായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫ്ലക്ഷൻ, ആ ഒരു കോണിക്കൽ ഷേപ്പിൽ നിന്ന് ഫ്ലാറ്റ് ഷേപ്പിലേക്ക് മാറുമ്പോഴുള്ള അത്രയും ഒരു ഡിഫ്ലക്ഷനാണ് നമ്മളിവിടെ ആ ഒരു സ്പ്രിങ് ആക്ഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് ഈ ഒരു ഫിഗറിൽ കാണുന്ന രീതിയിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ച് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും
ആ ഒരു ഫ്ലാറ്റ് ഷേപ്പും കോണിക്കൽ ഷേപ്പും തമ്മിലുള്ള ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇടയിലാണ് നമുക്കൊരു സ്പ്രിങ് ആക്ഷൻ അവിടെ അവൈലബിൾ ആവുന്നത്. ദെൻ ലീഫ് സ്പ്രിങ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സ്പ്രിങ് ആണ് ലീഫ് സ്പ്രിങ്. വലിയ വലിയ വണ്ടികളിൽ, ലോറികളിലും ബസ്സുകളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വീലുകൾ വണ്ടിയുടെ ചെയ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്പ്രിങ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ആ ഷോക്സ്, വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഷോക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പ്രിങ് വെച്ചിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. ദെൻ ഈ സ്പ്രിങ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റീൽ ബാറുകൾ, ഒന്നിലധികം ബാറുകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ലീഫ് സ്പ്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെലിക്കൽ സ്പ്രിങ്ങുകളും ലീഫ് സ്പ്രിങ്ങുകളുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസൈനാണ് മെയിനായിട്ട്, ഈ രണ്ട് തരത്തിലുള്ള സ്പ്രിങ്ങുകളുടെയും ഡിസൈനാണ് നമുക്ക് ഈ ഒരു 5th മൊഡ്യൂൾ DME 1ൻ്റെ 5th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി ഹെലിക്കൽ സ്പ്രിങ്സിൻ്റെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി അവിടെ ഫിഗറിൽ 2 തരത്തിലുള്ള ഹെലിക്കൽ സ്പ്രിങ്സ് കണ്ടിരുന്നു. ഒന്ന് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ് ആണ്, ദെൻ അടുത്തത് ഒരു ഹെലിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ സ്പ്രിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള ഹെലിക്കൽ സ്പ്രിങ്സ്. അപ്പോൾ ഇതിൽ കംപ്രഷൻ സ്പ്രിങ്ങിനെ നമ്മൾ ഓപ്പൺ കോയിൽഡ് സ്പ്രിങ് എന്ന് കൂടി വിളിക്കും. ഹെലിക്കൽ ടെൻഷൻ സ്പ്രിങ്ങിനെ നമ്മൾ ക്ലോസ് കോയിൽഡ് സ്പ്രിങ് എന്ന് വിളിക്കും. കാരണം എന്താണ്, ഇവിടുത്തെ ഓരോ ടേൺസും ഓരോ ചുറ്റുകളും തമ്മിലുള്ള ഗ്യാപ്പിനനുസരിച്ചാണ്. കംപ്രഷൻ സ്പ്രിങ് എന്ന് പറയുമ്പോൾ അവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലിയറൻസ് ഉണ്ടായിരിക്കും, എന്നാൽ മാത്രമാണ് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വരുന്ന സ്പ്രിങ് ആയതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ കോയിൽഡ് സ്പ്രിങ് എന്ന് കൂടി വിളിക്കുന്നത്. ദെൻ ടെൻഷൻ സ്പ്രിങ്ങിൻ്റെ കേസിൽ അവിടെ കംപ്രസീവ് ആയിട്ടുള്ളൊരു ഫോഴ്സ് അല്ല, ടെൻസൈലായിട്ടൊരു ലോഡിന് എടുക്കാനാണ് ഈ ഒരു സ്പ്രിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇനീഷ്യലി കോയിൽസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ദെൻ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിലൊരു എക്സ്റ്റൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇതിനെ ക്ലോസ് കോയിൽഡ് സ്പ്രിങ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഓപ്പൺ കോയിൽഡ് സ്പ്രിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹെലിക്സ് ആംഗിൾ, നമ്മുടെ സ്പ്രിങ് വയർ ഒരു ഹെലിക്സ് ഷേപ്പിൽ അത് വൈൻഡ് ചെയ്തെടുത്തിട്ടാണ് ഹെലിക്കൽ സ്പ്രിങ്ങുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ ഒരു ആംഗിൾ ഹെലിക്സ് ആംഗിൾ എന്ന് വിളിക്കും. ആ ഒരു ആംഗിളിൻ്റെ വാല്യൂ 10 ഡിഗ്രിയേക്കാളും കൂടുതലാണ് ഓപ്പൺ കോയിൽഡ് സ്പ്രിങ്ങിൽ വരാൻ സാധ്യതയുള്ളത്. ദെൻ ക്ലോസ് കോയിൽഡ് സ്പ്രിങ്ങിൽ ഹെലിക്സ് ആംഗിൾ വളരെ ചെറിയ ഒരു ആംഗിളായിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഇതിന് ആക്സിസിനെ ക്രോസ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു ലൈനും ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ചുറ്റ് അത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കും. ആ ഒരു ലൈനും ഇത് ഇൻക്ലൈൻഡ് ലൈനും ഇവിടുത്തെ ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഹെലിക്കൽ സ്പ്രിങ്ങിൽ തന്നെ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ ലീഫ് സ്പ്രിങ്ങിൻ്റെ കാര്യങ്ങളും പഠിക്കും. ഓക്കെ, ഇനി ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ തന്നെ പല കോൺഫിഗറേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫിഗർ തന്നെയാണ് ഇവിടെ താഴെയും കൊടുത്തിട്ടുള്ളത്, അതായത് കോൺസ്റ്റൻറ്റ് പിച്ച്. ഓക്കെ, ഇപ്പോൾ ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടുത്തടുത്തുള്ള 2 ചുറ്റുകൾ, 2 വൈൻഡിങ്സിൻ്റെ കോയിൽസിൻ്റെ അടുത്തടുത്തുള്ള 2 കോയിൽസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് പിച്ച് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ കോയിൽസും ഓരോ ചുറ്റുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആണ്, ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റൻറ്റ് പിച്ച് സ്പ്രിങ് എന്ന് വിളിക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് ഒരു ഹവർ ഗ്ലാസ്, നമ്മളൊരു ടൈമൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ഗ്ലാസ്, മണലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്ലാസ്സൊക്കെ കണ്ടു കാണും. അതിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രിങ് ഡിസൈൻ ചെയ്യാം. അതേപോലെ ഒരു കോണിക്കൽ ഷേപ്പിൽ സ്പ്രിങ് ഡിസൈൻ ചെയ്യാം. ദെൻ വേരിയബിൾ പിച്ചായിട്ട്, ഇവിടെ കോൺസ്റ്റൻറ്റ് പിച്ച് എന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പിച്ച് പല ഭാഗത്തും പല തരത്തിലാണ്. ഇപ്പോൾ ഒരു ബോട്ടം പോർഷനിൽ പിച്ച് വളരെ കുറച്ചാണ്, കോയിലുകൾ വളരെ അടുത്താണ്. ടോപ്പ് പോർഷനിൽ ഗ്യാപ്പ് കൂടുതലാണ്, പിച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഓപ്പൺ കോയിൽഡും ക്ലോസ് കോയിൽഡും ഒക്കെ ആയിട്ടുള്ള പിച്ച് വേരി ചെയ്തുകൊണ്ട് വരുന്ന രീതിയിലുള്ള ഹെലിക്കൽ സ്പ്രിങ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ബാരൽ ഷേപ്പ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ഷേപ്പൊക്കെ ഈ ഒരു വേരിയേഷൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ ലോഡിങ്ങിൻ്റെ സമയത്ത് പല രീതിയിലും നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ദെൻ എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ സ്പ്രിങ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് സ്റ്റീലാണ് നമ്മൾ സ്പ്രിങ്സിൻ്റെ മെറ്റീരിയലായിട്ട് വരുന്നത്.
ദെൻ ഒരു സ്റ്റീൽ വയർ, ഒരു സ്റ്റീലിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വയർ എടുത്തിട്ട് വൈൻഡ് ചെയ്ത് ഈ ഒരു ഹെലിക്കൽ ഷേപ്പ് വൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് നമ്മളൊരു സ്പ്രിങ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കോൾഡ് ഡ്രോൺ ആയിട്ടുള്ളൊരു വയറിനെ ആ ഒരു രീതിയിൽ തന്നെ വൈൻഡ് ചെയ്തെടുക്കുന്ന കേസ് ഉണ്ട്. ഇനി കുറേ കൂടിയും വലിയ സ്പ്രിങ്ങുകളാണെന്ന് വിചാരിക്കുക, വയർ ഡയാമീറ്റർ, സ്പ്രിങ്ങിൻ്റെ വയർ ഡയാമീറ്റർ കുറേ കൂടിയും കൂടിയ കേസ് രീതിയിലുള്ള സ്പ്രിങ്ങൊക്കെ ആണെങ്കിൽ ഹോട്ട് റോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ചൂടാക്കി വൈൻഡ് ചെയ്തിട്ടും സ്പ്രിങ്ങുകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ആ രീതിയിലാണ് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വയർ മെറ്റീരിയലിന് നമ്മൾ കോൾഡായിട്ടും വൈൻഡ് ചെയ്തെടുക്കും. ചില കേസിൽ സൈസ് കൂടുതൽ വരുമ്പോൾ ഹോട്ടായിട്ടായിരിക്കും അത് വൈൻഡ് ചെയ്യുന്നത്. ചൂടാക്കിയതിന് ശേഷം നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു സ്പ്രിങ് മാനുഫാക്ചർ ചെയ്യുക. ദെൻ അവിടെ മാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇതിനെ വളച്ചെടുക്കുന്നത്. ഓക്കെ, ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ട്യൂബ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർഫസിൻ്റെ പുറത്ത് ഇതിനെ വൈൻഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് മഹാദേവൻ ഡാറ്റാ ബുക്കിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡാറ്റാ ബുക്കിലത്തെ 190 മുതൽ 192 വരെയുള്ള പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്പ്രിങ് സ്റ്റീലുകളും മറ്റ് അലോയ്സും ഇനി നോൺ ഫെറസ് ആയിട്ടുള്ള സ്പ്രിങ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ പ്രോപ്പർട്ടീസും അതിൻ്റെ യൂസസും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് മാത്രം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിക്കണം. ഹാർഡ് ഡ്രോൺ വയർ, അപ്പോൾ ഇത് കോൾഡ് ഡ്രോൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ദെൻ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ ലോ ഫോഴ്സസ്, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫാറ്റിഗ് ലോഡിംഗ് ഒന്നും ഈ ഒരു മെറ്റീരിയലിൽ ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് പറ്റില്ല. ചെറിയ രീതിയിലുള്ള ലോഡിലുള്ള ഫ്ലക്ച്വേഷൻസൊക്കെയാണ് ഈ ഒരു മെറ്റീരിയലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇതിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും 120 ഡിഗ്രിക്കും ഇടയിലാണ്. സബ് സീറോ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചറിനെയാണ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിലേക്ക് പോകാൻ പറ്റില്ല. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ കുറേ കൂടി ബ്രിട്ടിലായിട്ട് മാറാനായിട്ടൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോ ടെമ്പറേച്ചറിൽ അത് പെട്ടെന്ന് ബ്രേക്കായി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് ടെമ്പറേച്ചറിലേക്ക് പോകാൻ പറ്റില്ല. 0 to 120 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഈ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ദെൻ അടുത്തൊരു മെറ്റീരിയലാണ് ഓയിൽ ടെമ്പേർഡ് വയർ. അപ്പോൾ അത് കോൾഡ് ഡ്രോൺ സ്റ്റീൽ വയർ തന്നെയാണ്. അതിനെ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പർട്ടിക്കുലർ കേസാണ്. ദെൻ അപ്പോൾ ഇതിൽ കുറച്ചും കൂടിയും അവിടെ ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളൊക്കെ, ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ സഡൻ ലോഡ്, ഹൈ ആയിട്ടുള്ള ലോഡുകൾ പറ്റില്ല, പക്ഷേ ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളൊക്കെ ഈ ഒരു കേസിൽ പറ്റും. അതേപോലെ ടെമ്പറേച്ചർ റേഞ്ച് എന്നുള്ളത് 0 to 120 ഡിഗ്രി 180 ഡിഗ്രി വരെയാണ്. ഓക്കെ, ദെൻ അടുത്തൊരു മെറ്റീരിയൽ ക്രോം വാനേഡിയം സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ പ്രോപ്പർട്ടീസ് കുറേ കൂടി ഇമ്പ്രൂവ്ഡ് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകൾ ഇതിൽ നന്നായിട്ട് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകൾ എടുക്കാൻ പറ്റും. ദെൻ വർക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് 0 to 220 ഡിഗ്രി വരെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫാറ്റിക് ലോഡ്, അതേപോലെ ഷോക്ക് ഇമ്പാക്റ്റ് ലോഡുകളൊക്കെ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഈ ഒരു പർട്ടിക്കുലർ സ്റ്റീലിനുണ്ട്. ദെൻ ക്രോം സിലിക്കൺ, അപ്പോൾ ഇതൊക്കെ അലോയ് സ്റ്റീൽസ് ആണ്. കാർബൺ സ്റ്റീൽസ് ഉണ്ട്. ദെൻ അലോയ് സ്റ്റീൽസ് വരുമ്പോഴത്തേക്കും കുറേ കൂടിയും പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്പ്രിങ്സിൻ്റെ കേസിലൊക്കെ ക്രോം സിലിക്കൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ കൂടിയും ഫാറ്റിക് ലോഡുകൾ നല്ല രീതിയിൽ ക്യാരി ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ ടെമ്പറേച്ചർ 0 to 250 ഡിഗ്രി വരെയാണ് വർക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. ദെൻ മ്യൂസിക് വയർ, ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലൈഫ് കിട്ടേണ്ട രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് മ്യൂസിക് വയറിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റീലിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സ്പ്രിങ് മെറ്റീരിയലിനെയാണ് നമ്മൾ മ്യൂസിക് വയർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗിറ്റാറിൻ്റെ സ്ട്രിങ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതൊക്കെ സ്പ്രിങ് ആണ്. ഓക്കെ, അതേപോലെ അതിലൊക്കെ വളരെ ഫ്ലക്ച്വേഷൻസും ഹൈ സ്ട്രെസ്സസും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന സ്ട്രിങ്സൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ അതിന് അത്യാവശ്യം നല്ല ലൈഫും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ് പിയാനോയിലൊക്കെ വരുന്ന സ്ട്രിങ്സ്. അത് കുറേ കൂടിയും സ്മൂത്ത് ഫിനിഷ്ഡ് ആയിട്ടുള്ള വയേഴ്സാണ്
ഓക്കെ, ആ വയേഴ്സിലൊക്കെ ഹൈ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വളരെയധികം ലൈഫ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഈ പിയാനോയിലൊക്കെ വരുന്ന വയേഴ്സ്, സ്പ്രിങ് വയേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ആണ് ഈ ഒരു കാറ്റഗറിയിലുള്ള മെറ്റീരിയൽ, സ്പ്രിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ദെൻ വർക്കിംഗ് ടെമ്പറേച്ചർ എന്നുള്ളത് 0 to 120 ഡിഗ്രി എന്നുള്ള ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത ഒരു സ്പ്രിങ് മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളത്. ദെൻ പിന്നെ ഫോസ്ഫർ, ബ്രോൺസ്, സ്പ്രിങ് ബ്രാസ്. അപ്പോൾ ഇത് രണ്ടും കോപ്പർ അലോയ്സ് ആണ്. ഓക്കെ, കോപ്പർ അലോയ്സ് ആണ്. അപ്പോൾ അത് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മുടെ ഇപ്പോൾ സ്വിച്ചുകൾ പോലത്തെ പല കമ്പോണൻസിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനത്തെ കോപ്പർ അലോയ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോസ്ഫർ, ബ്രോൺസ് എന്നുള്ളത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും ഒരു അലോയാണ്. അപ്പോൾ മെയിൻ കോൺസ്റ്റിറ്റ്വൻസ് എന്നുള്ളത് കോപ്പറിൻ്റെ കൂടെ ടിന്നാണ് ബ്രോൺസ് എന്ന് പറയുന്ന അലോയിൽ മെയിൻ കോൺസ്റ്റിറ്റ്വൻറ്റ്. ദെൻ ബ്രാസിൻ്റെ കേസിലാണെങ്കിൽ കോപ്പറും സിങ്കുമാണ്. കോപ്പറിൻ്റെ കൂടെ സിങ്ക് ആണ് അവിടുത്തെ അലോയിങ്, മെയിനായിട്ടുള്ള അലോയിങ് എലമെൻ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. കോപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. നമുക്ക് സ്വിച്ചസിലൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പ്രിങ്സൊക്കെയാണ് ഈ ഒരു അലോയ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ദെൻ ഇതിന് സബ്സീറോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലോ ടെമ്പറേച്ചറിലാണെങ്കിലും ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ദെൻ എന്താണ് ഒരു ഹെലിക്കൽ സ്പ്രിങ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വയർ കോയിൽഡ് ഇൻ ദ ഫോം ഓഫ് ഹെലിക്സ് ഹാവിങ് സർക്കുലർ, സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ. അപ്പോൾ സ്റ്റീൽ വയർ ഒരു ഹെലിക്സ് ഷേപ്പിൽ വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു ഹെലിക്കൽ സ്പ്രിങ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു വയർ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആവാം, അതല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ഒക്കെ, സ്ക്വയറോ റെക്റ്റാങ്കുലറോ ക്രോസ് സെക്ഷനോ ഒക്കെയുള്ള ഒരു വയറാവാം നമ്മൾ വൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പ്രിങ്, അപ്പോൾ അത് കംപ്രഷൻ സ്പ്രിങ്ങും ടെൻഷൻ സ്പ്രിങ്ങും വരുന്നുണ്ട്. ദെൻ ഇതിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പ്രിങ് വയർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ടോർഷണൽ ഷിയർ സ്ട്രെസ് ആണ് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഒരു സ്പ്രിങ്ങിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്പ്രിങ് വയറിൽ ഒരു ടോർക്കാണ് ഫീൽ ചെയ്യുക. ഓക്കെ, സാധാരണഗതിയിൽ നിവർത്തി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പ്രിങ് വയർ, നമ്മൾ വൈൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്പ്രിങ് വയറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, നമുക്കൊരു റോഡ്, ഒരു അയൺ റോഡ് എടുത്തിട്ട് ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തു. ദെൻ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള എൻഡ് നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ പിടിച്ച് ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു സ്റ്റീൽ റോഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്, ചെറിയ രീതിയിലുള്ളൊരു ട്വിസ്റ്റിങ് ആ ഒരു വയറിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതേസമയം ഓൾറെഡി നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പ്രിങ് കോയിൽ, ഒരു സ്പ്രിങ് ഹെലിക്കൽ ഒരു കംപ്രഷൻ സ്പ്രിങ് ആണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുക. ആ ഒരു കംപ്രഷൻ സ്പ്രിങ്ങിൽ നമ്മൾ ചുമ്മാ ഒരു കംപ്രസീവ് ഫോഴ്സ് അതിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ് നമ്മൾ വെർട്ടിക്കലായി പിടിച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഹൈറ്റ്, അതിനൊരു ഫ്രീ ലെങ്ത് ഉണ്ട്, ആ ലെങ്ത് കുറച്ച് ചെറുതാവും, കുറയും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സ്പ്രിങ് വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ടോർഷനാണ് അല്ലെങ്കിൽ ഒരു ടോർക്കാണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വയറിനെ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് മറ്റേ എൻഡിൽ നമ്മൾ കൈകൊണ്ട് അതിനെ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് വെച്ച് അതിനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ എഫക്റ്റാണ് നമ്മളൊരു സ്പ്രിങ്ങിനെ ചുമ്മാ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുക. സ്പ്രിങ് വയറിന് അത് ഡിഫോം ചെയ്യുന്ന സമയത്ത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് വയർ മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ആവുന്നുണ്ട്. നമുക്കത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നില്ല. അത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ അവിടെ ആ സ്പ്രിങ് വയർ മൊത്തത്തിലൊന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ലോഡിൻ്റെ ഒരു എഫക്റ്റ് സ്പ്രിങ്ങിൽ വരിക. അതുകൊണ്ട് തന്നെ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സ്, ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു സ്ട്രെസ്സ്, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷിയർ സ്ട്രെസ്സ് കാരണമാണ് സ്പ്രിങ് ഇൻ കേസ് ഫെയിൽ ചെയ്യുക. ഓക്കെ,
ദെൻ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനറലി ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇത് വളരെ ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, സ്പ്രിങ് കോയിൽ വൈൻഡ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതിനുള്ള ടെക്നോളജീസൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്. ദെൻ ചീപ്പാണ്, വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ റിലയബിലിറ്റി, ഈ ഒരു സ്പ്രിങ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്ന ഒരു കമ്പോണൻ്റ് തന്നെയാണ്. നമ്മൾ വെഹിക്കിൾസിലും പല സ്ഥലങ്ങളിലും വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് സ്പ്രിങ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു കമ്പോണൻ്റാണ്. ദെൻ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ എന്നുള്ളത് ലീനിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രിങ് ബാലൻസ് എന്ന് പറയുന്ന ഫോഴ്സ് മെഷർ ചെയ്യുന്ന, വെയിറ്റൊക്കെ മെഷർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ് നമുക്കറിയാം. അപ്പോൾ അവിടെ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ലോഡിനനുസരിച്ചുള്ള സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ അത് ലീനിയർ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ലീനിയർ സ്കെയിലിൽ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നത്. ഈ ഒരു ഫോഴ്സിനെ നമുക്ക് അവിടെ ഒരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അവിടുത്തെ ആ ഒരു മൂവ്മെൻറ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതും ഒരു സ്പ്രിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇതിൻ്റെ ടെർമിനോളജി, എന്തൊക്കെ ടേംസ് ആണ് ഈ ഒരു സ്പ്രിങ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ അതിനെ മൊത്തത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വയർ ഡയാമീറ്റർ. സ്പ്രിങ്ങിന് അതൊരു സ്റ്റീൽ വയർ വൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വയറിൻ്റെ ഡയാമീറ്റർ നമ്മൾ സ്മോൾ ഡി വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ദെൻ ഒരു സ്പ്രിങ് ഇങ്ങനെ വൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ 2 കോയിൽസ്, മൊത്തത്തിൽ ഇതിനെ സ്പ്രിങ് കോയിൽ എന്നാണ് വിളിക്കുക. അപ്പോൾ അടുത്തടുത്തുള്ള 2 വൈൻഡിങ്സ് തമ്മിലുള്ള ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ പിച്ച് എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് ഇതിൻ്റെ കോയിൽ ഡയാമീറ്റർ. ഓക്കെ, എത്ര ഡയാമീറ്ററിലാണ് ഈ ഒരു സ്പ്രിങ് കോയിൽ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ കോയിൽ ഡയാമീറ്റർ പറയുക. ദെൻ ആക്ച്വലി അതൊരു മീൻ വാല്യൂ ആണ്. ഇനി സ്പ്രിങ് കോയിലിന് തന്നെ ഒരു ഇന്നർ ഡയാമീറ്ററും ഉണ്ട്, ഔട്ടർ ഡയാമീറ്ററും ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ക്യാപിറ്റൽ ഡി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഡി ഐ എന്നുള്ളത് ഇൻസൈഡ് കോയിൽ ഡയാമീറ്റർ, ഡി ഒ എന്നുള്ളത് ഔട്ട്സൈഡ് കോയിൽ ഡയാമീറ്റർ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഡയാമീറ്ററാണ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട വരിക. ഓക്കെ, അതിനെ നമ്മൾ മീൻ കോയിൽ ഡയാമീറ്റർ എന്നാണ് വിളിക്കുക. ക്യാപിറ്റൽ ഡി മീൻ കോയിൽ ഡയാമീറ്റർ, സ്മോൾ ഡി എന്നുള്ളത് സ്പ്രിങ് വയർ ഡയാമീറ്റർ, ദെൻ പി ആണ് പിച്ച് ഓഫ് ദി കോയിൽ. ദെൻ ഈ മീൻ ഡയാമീറ്റർ എന്നുള്ളത് ഇൻസൈഡ് ഡയാമീറ്ററും ഔട്ട്സൈഡ് കോയിൽ ഡയാമീറ്ററിൻ്റെയും ഒരു മീൻ വാല്യൂ ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന വാല്യൂ. ദെൻ പിന്നെ നമുക്കറിയേണ്ടത് നമ്പർ ഓഫ് ടേൺസ്, അല്ലെങ്കിൽ ഇതിലത്തെ ചുറ്റുകൾ. ഈ ചുറ്റുകളിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ളതും ഇൻആക്റ്റീവ് ആയിട്ടുള്ള ടേൺസ് ഉണ്ട്. ഓക്കെ, വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് വൈൻഡിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ലോഡിനെ ക്യാരി ചെയ്യാനായിട്ട് നമ്മളെ എഫക്റ്റീവായിട്ട് അതിൽ ഹെൽപ്പ് ചെയ്യുന്ന നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ ആക്റ്റീവ് കോയിൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ ഇനാക്റ്റീവ് കോയിൽസ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ വരുന്ന കുറച്ച് കോയിൽസ്, അത് ഒരു കംപ്ലീറ്റ് കോയിലോ അതല്ലെങ്കിൽ ഒരു കോയിലിൻ്റെ ഹാഫ് പോർഷനോ ഒക്കെ പ്രോപ്പറായിട്ട് അവിടെ ആ ഒരു സ്പ്രിങ് ആക്ഷനിൽ പങ്കെടുക്കില്ല. ഓക്കെ, അപ്പോൾ ലോഡിനെ പ്രോപ്പറായിട്ട് അത് കംപ്രസ് ചെയ്ത് ആ ഒരു ലോഡിന് എടുക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള എൻഡ് കോയിൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇനാക്റ്റീവ് കോയിൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിങ് നമ്മൾ അത് പ്രോപ്പർ സീറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് എൻഡ് കോയിൽസിൽ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തും. അങ്ങനെയാണ് എൻഡ് ഭാഗത്ത് വരുന്ന കോയിലുകൾ. ഇപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ 2 എൻഡിലും കുറച്ച് ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആ കോയിൽസിനൊന്നും കാര്യമായിട്ട് അത് ഇവിടെ ഓൾറെഡി തൊട്ട് അതിന് ശേഷം വരുന്ന കോയിലിനെ മുട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ ഉള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ടാണ് അത് ഇനാക്റ്റീവ് കോയിലായിട്ട് മാറുന്നത്. ഓക്കെ, ഇങ്ങനൊരു ക്ലിയറൻസ് ഉള്ളിടത്ത് മാത്രമാണ് സ്പ്രിങ് കോയിൽസ് തമ്മിലുള്ള ഒരു ഡിഫ്ലക്ഷന് പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ആക്റ്റീവ് കോയിൽസ്. ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വരുന്ന കോയിൽസ് ആണ്, എൻഡിൽ വരുന്ന കോയിൽസിനൊക്കെയാണ് ഇനാക്റ്റീവ് കോയിൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ നമുക്ക്
ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം കൂടി വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഈ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് കോയിൽസിൻ്റെയും ഇനാക്റ്റീവ് കോയിൽസിൻ്റെയും ഒക്കെ ഒരു സമ്മായിട്ടാണ് നമ്മൾ ടോട്ടൽ കോയിൽസ് എന്ന് പറയുന്ന ടേം പറയുക. അതിന് ഐ സബ്സ്ക്രിപ്റ്റ് ടി എന്നുള്ള നൊട്ടേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അതല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് എന്നുള്ളത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു നൊട്ടേഷൻ. ദെൻ ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസിന് നമ്മൾ ഐ എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പ്രിംഗ് ഇൻഡെക്സ്. ഓക്കെ, അപ്പം സ്പ്രിങ്ങിൻ്റെ ഡിസൈനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു പാരാമീറ്ററാണ് സ്പ്രിംഗ് ഇൻഡെക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സ്പ്രിങ്ങിൻ്റെ മീൻ കോയിൽ ഡയാമീറ്ററും വയർ ഡയാമീറ്ററും തമ്മിലുള്ള റേഷ്യോ ആണ്. മഹാദേവൻ ഡാറ്റ ബുക്കിൽ 169 പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഇക്വേഷൻ അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്പ്രിങ് നോക്കിയാൽ അറിയാം, സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും ഇത് തമ്മിലുള്ളൊരു കമ്പാരിസനാണ് സ്പ്രിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്ന് പറയുന്ന റേഷ്യോ വളരെ ചെറുതായിട്ട് വരിക. എപ്പോഴായിരിക്കും ഈ ഒരു റേഷ്യോ വളരെ ചെറുതാകുന്നത്? ക്യാപിറ്റൽ ഡി സ്മോൾ ഡിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും തമ്മിൽ ഒരു 5 ടൈംസ് അല്ലെങ്കിൽ ഒരു 8 ടൈംസ് ഒക്കെ ഒരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സ്മോൾ ഡയാമീറ്ററിൻ്റെ ഒരു 8 to 10 ടൈംസ് ഒക്കെയാണ് ഈ ഒരു വലിയൊരു ഡയാമീറ്റർ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്പ്രിങ് നമുക്ക് ഇപ്പോൾ ഈ രീതിയിൽ കാണാൻ പറ്റുന്നത്. അതേസമയം ഇത് തമ്മിലുള്ള റേഷ്യോ വളരെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഇത്ര ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം മീൻ കോയിൽ ഡയാമീറ്റർ വളരെ ചെറുതായിരിക്കും. അതിൻ്റെ ഒരു 2 to 3 ടൈംസ് ഒക്കെ ലെസ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും വാല്യൂ ആയിരിക്കും വയർ ഡയാമീറ്ററിനും വരുന്നത്. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കർവേച്ചർ വളരെ കൂടുതലായിരിക്കും. സ്പ്രിങ്ങിൻ്റെ ഒരു കോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം കർവ്ഡ് ആയിട്ടിരിക്കുന്ന കാണാം. ഓക്കെ, കർവേച്ചർ എന്ന് പറയും. ആ ഒരു കർവേച്ചർ ഇപ്പോൾ നമ്മൾ പറയില്ലേ റോഡുകളിലൊക്കെ ഒരു ടേൺ ഒരു കർവ് ഉണ്ട്. ഈ കർവ് ചെറിയ കർവൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല. ഇപ്പം സഡനായിട്ടുള്ള ഹെയർ പിൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ പെട്ടെന്നുള്ള ഒരു കർവൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കത് ഒരു വെഹിക്കിൾ ടേൺ ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ കേസിലും ആ ഒരു കർവേച്ചർ കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പ്രിങ്ങിൽ ഒരുപാട് സ്ട്രെസ്സസ് ഉണ്ടാവും. സ്പ്രിങ് വയറിൻ്റെ ഒരു സ്പ്രിങ് വയർ നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ന്യൂട്രൽ ആക്സിസ് നമ്മൾ ബീം ബെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെയാണ്. ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസൈഡ് പോർഷനും ഉണ്ട് ഔട്ട്സൈഡ് പോർഷനും ഉണ്ട്. അതല്ലെങ്കിൽ ബീമിന് ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ന്യൂട്രൽ ആക്സിസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു തരം സ്ട്രെസ് ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ളത് അടുത്ത ഒരു തരം സ്ട്രെസ്സ്. അതായത് ഒരു ബീം എടുത്ത് നമ്മൾ താഴത്തേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗത്തുള്ള ലെയേഴ്സിലൊക്കെ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും, താഴത്തുള്ള ലെയേഴ്സിലൊക്കെ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് വയർ ഇതേമാതിരി ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒരു ഹെലിക്കൽ ഷേപ്പിലേക്ക് വൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇന്നർ ഡയാമീറ്റർ കോയിലിൻ്റെ ഇൻസൈഡായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തുള്ള കുറേ ഫൈബേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഔട്ടർ സൈഡിൽ ഈ ഒരു സ്പ്രിംഗ് കോയിലിൻ്റെ ഔട്ടർ ഭാഗത്ത് വരുന്ന ഫൈബേഴ്സിലൊക്കെ ടെൻസൈൽ സ്ട്രെസ്സും ആക്ട് ചെയ്യും. അപ്പോൾ കർവേച്ചർ കൂടിക്കഴിഞ്ഞാൽ വളരെ അധികം കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് വയർ ആണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സസ് അതിൻ്റെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഒക്കെ ആക്ട് ചെയ്യും. ഇൻസൈഡിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സസ് ആണ് അതിൻ്റെ ഫെയിലിയറിലേക്ക് നയിക്കുന്നത്. ഓക്കെ, ഒരു സ്പ്രിങ് ഫെയിൽ ചെയ്യാനായിട്ട് കാരണം അതിൻ്റെ ഇൻസൈഡ് പോർഷനിൽ ഒരു വയർ ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് വരുന്ന സ്ട്രെസ്സസ് ആണ്. അത് വളരെ കൂടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫെയിലാവും. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് ഇൻഡെക്സ് 3ക്കും താഴെയാണെങ്കിൽ കർവേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ശരിക്കും സ്പ്രിങ്സ് നമ്മൾ പ്രിഫർ ചെയ്യണില്ല. അങ്ങനത്തെ സ്പ്രിങ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ദെൻ ഈ ഒരു സ്പ്രിംഗ് ഇൻഡെക്സ് എന്നുള്ളത് 15നേക്കാളും കൂടുക എന്നുള്ളതും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻസ് സ്പ്രിങ്ങിൻ്റെ ഈ ഒരു
കോയിൽ ഡയാമീറ്ററും വയർ ഡയാമീറ്ററും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എന്നുള്ളത് 15 മേലെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു സ്പ്രിങ്ങിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. ബക്കിൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത് വെർട്ടിക്കലായിട്ട് വെച്ച് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റിഫ്നെസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു ലോഡ് എടുക്കാൻ മാത്രമുള്ള സ്റ്റിഫ്നെസ് ഒന്നും ഇല്ലാതെ അത് ബക്കിൾ ചെയ്ത് വളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്പ്രിങ് ഇൻഡെക്സ് വളരെ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇതിനൊരു ഒപ്റ്റിമം റേഞ്ച് വേണം. ഓക്കെ, അപ്പോൾ ഒരു മാനുഫാക്ചേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ 4 to 12 ആണ് നമ്മളൊരു ബെറ്റർ വാല്യൂരെ റേഞ്ച് എന്നുള്ള രീതിയിൽ പറയാം സ്പ്രിങ് ഇൻഡെക്സിൻ്റെ. ദെൻ കുറെ കൂടി ബെറ്റർ എന്ന് പറയുന്നത് 6 to 9 എന്നുള്ള റേഞ്ചിലാണ്. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും 6, 7, 8 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സ്പ്രിങ് ഇൻഡെക്സ് വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് വരിക. ഇനി ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പ്രിങ് ഇൻഡെക്സ് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് ഈ റേഞ്ചിലുള്ള വാല്യൂസാണ്. ഒന്നുകിൽ 6 അല്ലെങ്കിൽ 7, 8, 9 എന്നൊക്കെയുള്ളതിൽ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് ചില കേസിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യേണ്ട വരും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പ്രിങ്ങിൻ്റെ അതിൻ്റെ കുറച്ച് ലെങ്ത്തുകളായിട്ട് ബന്ധപ്പെട്ട ഡിഫ്ലക്ഷനും ലെങ്ത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മഹാദേവൻ ഡാറ്റാ ബുക്കിൽ 168 പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു ഫിഗർ കാണാം. ദെൻ ഇത് മാത്രമല്ല, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 2-3 സ്റ്റേജ് കൂടിയും കാണിച്ചിട്ടുള്ള ഫിഗേഴ്സ് ഇതിൻ്റെ തന്നെ ഈ ഒരു ഫിഗറിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ഉണ്ട്. ഞാനിതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്രീ ലെങ്ത്ത്. ഓക്കെ, ഈ ഒരു സ്പ്രിങ്ങിനെ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളതാണ് ഫ്രീ ലെങ്ത്ത്. ഓക്കെ, അതായത് അൺലോഡഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ സ്പ്രിങ്ങിന് ഉള്ള ലെങ്ത്തിനെയാണ് ഫ്രീ ലെങ്ത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് 0 ആണ്, അതേപോലെ ഡിഫ്ലക്ഷനും 0 ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു സ്റ്റേജിൽ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഇൻസ്റ്റാൾഡ് ലെങ്ത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു വെഹിക്കിളാണെന്ന് വിചാരിക്കും, ഒരു ബൈക്കാണ്, ബൈക്കിന് ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോക്ക് അബ്സോർബറിൽ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരല്പം കംപ്രസ് ചെയ്തിട്ടായിരിക്കും അത് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫ്രീ ലെങ്ത്ത് അത്രയും എന്താ പറയുക എക്സ്പാൻഡ് ചെയ്തിരിക്കാവുന്ന രീതിയിൽ അത്രയും അധികം ഫ്രീഡത്തോട് കൂടിയിട്ട് സ്പ്രിങ്ങിനെ അവിടെ കൊണ്ട് വെക്കില്ല. ഒരല്പം കംപ്രസ് ചെയ്തതിന് ശേഷമായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതേപോലെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ വണ്ടിയുടെ ഒരു വെയിറ്റ് കാരണം അതിന് ഒരു ലോഡ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വൺസ് നമ്മൾ ഒരു സ്പ്രിങ് കുറച്ച് കംപ്രസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കംപ്രഷൻ കാരണം തന്നെ അവിടെ ആ ഒരു കംപ്രഷൻ ഉണ്ടാകാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഇവിടെ F1 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ വണ്ടിയുടെ വെയിറ്റും ഒക്കെ നമുക്ക് അതിലേക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സമയത്ത് അതിന് ഒരു ലെങ്ത് ഉണ്ടായിരിക്കും, അതിനെയാണ് ഇവിടെ L1 എന്ന് കാണിക്കുന്നത്. ദെൻ ആ ഒരു സമയത്ത് വരുന്ന ഡിഫ്ലക്ഷനാണ് Y1. ഓക്കെ, അപ്പോൾ ഫ്രീ ലെങ്ത്തിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ലെങ്ത് കുറച്ചാൽ നമുക്ക് Y1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ ഫ്രീ ലെങ്ത്തിൽ നിന്ന് Y1 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾഡ് ലെങ്ത് എന്ന് പറയുന്നൊരു ഡയമെൻഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ലെങ്ത്തിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജ്, ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാൾഡ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അധികം ഇപ്പം കാര്യങ്ങൾ പ്രോബ്ലംസിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോഴൊന്നും അങ്ങനെ പെട്ടെന്ന് വരാൻ സാധ്യതയില്ല. ദെൻ പിന്നെ വരാൻ സാധ്യതയുള്ളത് ഈ ഒരു ഓപ്പറേറ്റിംഗ് ലെങ്ത്ത് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലെങ്ത്ത് എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു സ്പ്രിങ്ങിനെ മാക്സിമം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു L2 എന്ന് പറയുന്ന ലെങ്ത്ത് ഇതിനേക്കാളും കുറഞ്ഞ ഒരു ലെങ്ത്തിലേക്ക് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷനാണ് Y2. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഡിഫ്ലക്ഷൻ എന്നാണ് ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഡിഫ്ലക്ഷനും കംപ്രസ്ഡ് ലെങ്ത്തും എന്നുള്ള രീതിയിലാണ്. ഓപ്പറേറ്റിംഗ് ലെങ്ത്ത്, ഓപ്പറേറ്റിംഗ് ഡിഫ്ലക്ഷൻ എന്നാണ് ഡാറ്റ ബുക്കിൽ ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫോഴ്സ് ഇവിടെ F2 എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് F2 എന്നുള്ളതാണ് ഇവിടുത്തെ മാക്സിമം കംപ്രസീവ് ഫോഴ്സ്. അപ്പോൾ മാക്സിമം കംപ്രസീവ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് Y2. അതിനെ നമ്മൾ Ymax എന്നും ഡിനോട്ട് ചെയ്യും. അതേപോലെ ഓപ്പറേറ്റിംഗ് ലെങ്ത്ത് അതല്ലെങ്കിൽ കംപ്രസ്ഡ് ലെങ്ത്ത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിലായി പോകുന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അതല്ലെങ്കിൽ അവിടെ ക്ലാഷ് ഉണ്ടാവും.
ക്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തടുത്തുള്ള രണ്ട് സ്പ്രിങ് കോയിൽസ് തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ അങ്ങനെ മുട്ടുന്ന രീതിയിൽ ഒരിക്കലും ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അത്രയും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിൽ ഡിഫോർമേഷൻസ്, പെർമനൻറ്റ് ഡിഫോർമേഷൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ സ്പ്രിങ് ഫെയിലായി പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും സ്പ്രിങ് മാക്സിമം കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ക്ലിയറൻസ്, ഇവിടെ അടിയിൽ കോയിൽ ക്ലിയറൻസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് കോയിൽസ് തമ്മിൽ ചെറിയ ഒരു ഗ്യാപ്പ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ആ രീതിയിലാണ് ഇതിനെ മാക്സിമം കംപ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ കംപ്രസ്ഡ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സ്പ്രിങ്ങിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലെങ്ത്ത് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലെങ്ത്ത് എന്ന് വിളിക്കുക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ. അതുകൊണ്ട് അതിനെ Y2 Ymax എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ലെങ്ത്തും ഇതും തമ്മിൽ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പറയാം. ഓക്കെ, കംപ്രസ്ഡ് ലെങ്ത്ത് ഇസ് ഈക്വൽ ടു ഫ്രീ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഫ്രീ ലെങ്ത്ത് മൈനസ് മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ Y2 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, ദെൻ ഇതിൽ ഇനി ഒരു മൂന്നാമത് ഒരു ഫിഗർ കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സോളിഡ് ലെങ്ത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ സോളിഡ് ലെങ്ത്ത് എന്നുള്ള ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കോയിൽസും കൂട്ടിമുട്ടുന്ന അത്രയും കംപ്രസ്ഡ് ആവുന്ന രീതിയിൽ ഒരു ഫോഴ്സ്, ഇവിടെ FS എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ കോയിൽസിൻ്റെ ഇടയിലുള്ള ക്ലിയറൻസ് ഒന്നും ഇല്ലാതെ എല്ലാ കോയിൽസും തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഓക്കെ, ക്ലാഷ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ലെങ്ത്തിനെയാണ് സോളിഡ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരിക്കലും നമ്മൾ ഇത്രയും കംപ്രസ് ചെയ്തിട്ട് ഈ സ്പ്രിങ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇതിവിടെ സോളിഡ് ലെങ്ത്ത് എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന ലെങ്ത്തിനാണ് സോളിഡ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ സോളിഡ് ലെങ്ത്തിന് നമുക്കൊരു ഇക്വേഷൻ പറയാൻ പറ്റും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു വയർ ഡയാമീറ്റർ. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിന് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 ടേൺസ് കാണാം. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് കിട്ടണമെങ്കിൽ ആ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു അവിടുത്തെ ഒരു വയർ ഡയാമീറ്റർ. എല്ലാ വയറിനും ഒരേ ഡയമീറ്റർ തന്നെയാണ്. ഓക്കെ, മൊത്തത്തിൽ ആ ഒരു സ്പ്രിംഗ് വയറിൻ്റെ ഡയാമീറ്റർ എന്നുള്ളത് സ്മോൾ d. ആ ഡയാമീറ്റർ ഇതിൻ്റെ കോയിൽസിൻ്റെ എണ്ണമായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോളിഡ് ലെങ്ത് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡിഫ്ലക്ഷനും അവർ സോളിഡ് ഡിഫ്ലക്ഷൻ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ YS എന്ന് പറഞ്ഞിട്ടൊരു ഡിഫ്ലക്ഷനും അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. നമുക്കിതിൻ്റെ ഫ്രീ ലെങ്ത്ത് നമ്മൾ ഈ രീതിയിൽ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാനും കൂടിയും പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രീ ലെങ്ത്ത് എന്ന് പറഞ്ഞ ടേം കണ്ടു. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ഫ്രീ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് ലെങ്ത്ത് പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഈ ഒരു ഫിഗറിലത്തെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കംപ്രസ്ഡ് ലെങ്ത്ത് പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ, Y2 എന്ന് പറയുന്ന മാക്സിമം ഡിഫ്ലക്ഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ലെങ്ത്ത് കിട്ടും. അതല്ലെങ്കിൽ കംപ്രസ്ഡ് ലെങ്ത്തിന് നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയാം, സോളിഡ് ലെങ്ത്ത് പ്ലസ് ടോട്ടൽ ക്ലിയറൻസ്. അപ്പോൾ ഈ ഒരു സോളിഡ് ലെങ്ത്തിൽ ഓരോ കോയിലിൻ്റെ ഇടയിലുമുള്ള ക്ലിയറൻസ്, സ്മോൾ ക്ലിയറൻസ് വാല്യൂസും കൂടി ഉണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ടോട്ടലിനെയാണ് നമ്മൾ ടോട്ടൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ വരുന്നതും കംപ്രസ്ഡ് ലെങ്ത്ത് തന്നെയാണ് പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെന്ന് പറയാം, ഫ്രീ ലെങ്ത്തിനെ സോളിഡ് ലെങ്ത്ത് പ്ലസ് ടോട്ടൽ ക്ലിയറൻസ് പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയാം. ഈ ടോട്ടൽ ക്ലിയറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് A എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നൊട്ടേഷനാണ് സ്മോൾ a. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഈ Y2 എന്ന് പറയുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ പ്ലസ് ഇവിടുത്തെ ഓരോ ക്ലിയറൻസും ഉണ്ട്, അതിൻ്റെയൊക്കെ സമ്മായിട്ടുള്ള ടോട്ടൽ ക്ലിയറൻസിനാണ് ഇവിടെ സ്മോൾ a എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഡിഫ്ലക്ഷൻ, ടോട്ടൽ ഡിഫ്ലക്ഷൻ ആയിട്ട് YS എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ഇവിടെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, സോളിഡ് ലെങ്ത്ത് പ്ലസ് ടോട്ടൽ ക്ലിയറൻസ് A പ്ലസ് Ymax. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീ ലെങ്ത്ത് എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ ലെങ്ത്തിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്പ്രിങ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഇതൊക്കെ. ഫ്രീ ലെങ്ത്ത്, സോളിഡ് ലെങ്ത്ത്, അതേപോലെ മാക്സിമം ഡിഫ്ലക്ഷൻ, ദെൻ ഈ പറയുന്ന ടോട്ടൽ ക്ലിയറൻസ്. ഇത്രയും പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ ഒരു സ്പ്രിങ് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു
അസംഷൻ അല്ലെങ്കിൽ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ടോട്ടൽ ക്ലിയറൻസ് എന്നുള്ളത് മാക്സിമം ഡിഫ്ലക്ഷൻ്റെ 15% ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ സ്മോൾ എ എന്ന് പറയുന്ന ടോട്ടൽ ക്ലിയറൻസിനെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലാണ് അതിനെ മാറ്റി എടുക്കേണ്ടത്. 0.15 ഓഫ് വൈ മാക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോളിഡ് ലെങ്ത് പ്ലസ് 1.15 ഇൻറ്റു മാക്സിമം ഡിഫ്ലക്ഷൻ എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, സോളിഡ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ പറഞ്ഞു, സോളിഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു വയർ ഡയമീറ്റർ ആണ്. ദെൻ മാക്സിമം ഡിഫ്ലക്ഷൻ ഒന്നുകിൽ ചോദ്യത്തിൽ തരും, അതല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തതാണ് പിച്ച് ഓഫ് കോയിൽ. ഓൾറെഡി കോയിലിൻ്റെ പിച്ച്, ഒരു സ്പ്രിങ്ങിൻ്റെ പിച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തടുത്ത രണ്ട് ചുറ്റുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷനായിട്ട് പറയാനാണെങ്കിൽ ദെൻ ഇത് അൺകംപ്രസ്ഡ് സ്റ്റേറ്റിൽ കേട്ടോ, ഒരു സ്പ്രിങ് പ്രത്യേകിച്ച് ലോഡുകളൊന്നും അപ്ലൈ ചെയ്യാത്ത സമയത്തുള്ള ആ ഒരു കോയിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. ദെൻ ഫ്രീ ലെങ്ത്തും പിച്ചും തമ്മിൽ നമുക്ക് ഈ രീതിയിൽ ഒരു റിലേഷൻ പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പിച്ചിനുള്ളൊരു ഇക്വേഷൻ എന്നുള്ളത് ഫ്രീ ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് മൈനസ് 1. ഓക്കെ, ഈ ഒരു റേഷ്യോ കണ്ടുപിടിച്ചാൽ നമുക്ക് പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രീ ലെങ്ത് അറിയണം, അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്ന് അറിയണം, അതിൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്യുക. ദെൻ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിച്ചിൻ്റെ വാല്യൂ കിട്ടും. ദെൻ സ്റ്റിഫ്നെസ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് സ്റ്റിഫ്നെസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് വൈബ്രേഷനൊക്കെ പഠിച്ച സമയത്ത് അവിടെ നമുക്ക് ആ ഒരു ഡാമ്പിങ് ആയിട്ടുള്ള കമ്പോണൻസിനൊക്കെ നമ്മൾ സ്പ്രിങ് ആയിട്ടാണ് അവിടെ അസ്യൂം ചെയ്തിരുന്നത്. ഓക്കെ, അവിടെ ഒരു ഫോഴ്സ് F = K × X. K എന്നുള്ളത് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്, X എന്നുള്ളത് നമ്മുടെ ഡിഫ്ലക്ഷൻ ആണ്. ആ രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് പറയാറുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുന്നു മാത്രം. ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും. സ്പ്രിങ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതിനെ തന്നെയാണ് ഇവിടെയും സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയുന്നത് സെയിം സാധനം തന്നെയാണ്. നൊട്ടേഷൻസ് ഡാറ്റാ ബുക്കിൽ, മഹാദേവൻ ഡാറ്റാ ബുക്കിലുള്ളത് F0 എന്നുള്ള നൊട്ടേഷനാണ്. നമ്മളതിനെ സ്മോൾ k എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിഫ്നെസ് K = ഫോഴ്സ് ബൈ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷനെ നമ്മൾ മുമ്പൊക്കെ X എന്നുള്ള രീതിയിൽ കണ്ടു കാണും. ഇവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ നൊട്ടേഷൻ Y ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് F/Y എന്നുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ തൽക്കാലം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്റ്റിഫ്നെസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിലാണ് സ്പ്രിങ്ങിന് പ്രോപ്പറായിട്ട് ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റിഫ്നെസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? സ്പ്രിങ് വളഞ്ഞു പോവും, ബക്കിൾ ചെയ്ത് പോവും. അപ്പോൾ അവിടെ അതിന് യാതൊരുവിധ ലോഡുകളും ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മൊത്തത്തിലൊരു ഫെയിലിയർ ആവും. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിങ്ങിന് മിനിമം ഒരു സ്റ്റിഫ്നെസ് അവിടെ ഉണ്ടായിരിക്കണം, എന്നാലാണ് അതിന് ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ അതിനൊരു ഡിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടായാലാണ് വർക്ക് ചെയ്യുള്ളൂ. ദെൻ ഈ ഒരു സ്പ്രിങ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന ടേമിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ അതിനൊരു ഡെഫിനേഷൻ ഇതാണ്: ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. ഒരു സ്പ്രിങ്ങിന് യൂണിറ്റ് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതാണ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ദെൻ ഇതിന് പല പേരുകളിൽ ഇതിനെ പറയാറുണ്ട്. ഗ്രേഡിയൻ്റ് ഓഫ് സ്പ്രിങ്, റേറ്റ് ഓഫ് സ്പ്രിങ്, ഗ്രേഡിയൻ്റ് ഓഫ് സ്പ്രിങ്, സ്കെയിൽ ഓഫ് സ്പ്രിങ്, ദെൻ ഏറ്റവും സിമ്പിളായിട്ട് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ ഈ ഒരു സ്പ്രിങ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന ടേമിനെ, അപ്പോൾ നിങ്ങൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ ഈ റേറ്റ് ഓഫ് സ്പ്രിങ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് സ്പ്രിങ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദ്യത്തിൽ പറയും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്, ഉദ്ദേശിക്കുന്നത് സ്പ്രിങ് സ്റ്റിഫ്നെസ് തന്നെയാണ്. ഓക്കെ, ദെൻ സ്പ്രിങ്ങുകളുടെ എൻഡ് കൺസ്ട്രക്ഷൻ. നമ്മളിതിനു മുമ്പ് ആക്റ്റീവ് നമ്പർ ഓഫ് കോയിൽസും ഇനാക്റ്റീവ് നമ്പർ ഓഫ് കോയിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് നമ്പറും ഇനാക്റ്റീവ് കോയിൽസും ഒക്കെ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിലുള്ള കൺസ്ട്രക്ഷനാണ്. ഓക്കെ, ഒരു സ്പ്രിങ് അതിന് നമ്മൾ വെർട്ടിക്കലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ആദ്യം വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കാൻ പറ്റണം.
അപ്പോൾ പ്രോപ്പറായിട്ട് സീറ്റിംഗ് കിട്ടാനായിട്ട് ഇതിൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തും. ഓക്കെ, ഒരു സ്പ്രിങ്ങിന് പ്രോപ്പറായിട്ട് അതിനൊരു സീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അതൊരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് അത് വെർട്ടിക്കലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിന് കുറച്ച് കൺസ്ട്രക്ഷൻസ് മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്താറുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. യാതൊരു മോഡിഫിക്കേഷനും ഇല്ലാത്ത കേസാണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. അതാണ് പ്ലെയിൻ എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമാണ് എല്ലാ സ്പ്രിങ്ങിൻ്റെയും മുകളിലത്തെ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലെയിൻ എൻഡ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്ലെയിൻ എൻഡഡ് ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഇനാക്റ്റീവ് ടേൺസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്പ്രിങ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ കേസിലുള്ള പ്ലെയിൻ എൻഡിൽ ആ ഒരു എൻഡ് ഭാഗം കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയും, എന്നിട്ട് അത് ഫ്ലാറ്റൻ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്പ്രിങ് എന്ന് പറയുന്നത്, സ്പ്രിങ് എൻഡ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് -1 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡിലും ഒരു ഹാഫ് ടേൺ നമുക്ക് അവിടെ എന്താണ് ഇനാക്റ്റീവായിട്ട് പോവും, ഇനാക്റ്റീവ് കോയിലായിട്ട് പോകും. രണ്ട് സൈഡിലും ഒരു ഹാഫ് ടേൺ അല്ലെങ്കിൽ ഒരു പകുതി ചുറ്റ് നമുക്ക് അവിടെ സ്പ്രിങ് ആക്ഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസിൽ കൂട്ടില്ല. അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിൽ നിന്ന് 1 കുറയ്ക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസ് കിട്ടുക. ഇനി അടുത്തത് സ്ക്വയർ എൻഡ്. സ്ക്വയർ എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയിൻ എൻഡഡ് ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു വളഞ്ഞിരിക്കുന്ന മുകളിലേക്ക് പൊന്തിയിരിക്കുന്ന ആ ഒരു എൻഡിന് നമ്മൾ അത് സ്ട്രെയിറ്റൻ ചെയ്യും. ഇതിനെ നേരെ ഫ്ലാറ്റൻ ആക്കി വെക്കുന്നതാണ് ഈ പറഞ്ഞ സ്ക്വയർ എൻഡ് എന്ന് പറയുന്നത്. ഗ്രൈൻഡ് ചെയ്യൊന്നുമില്ല, അതല്ലാതെ അതിനെ പിടിച്ച് ഫ്ലാറ്റൻ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഫുൾ ടേൺ, ഒരു ഫുൾ കോയിൽ രണ്ട് എൻഡിലും നമുക്ക് ഇനാക്റ്റീവായിട്ട് മാറും ഈ രീതിയിൽ എൻഡുകൾ കൺസ്ട്രക്ട് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസ് +2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അതല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡ് എന്നുള്ളതാണ് നാലാമത്തെ ഒരു എൻഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രിംഗ് കോയിലിൻ്റെ എൻഡ് നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് ബെൻഡ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് വെക്കുകയും ചെയ്യും, അതേസമയം ഗ്രൈൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലും സംഭവിക്കുന്നത് ഒരു സ്പ്രിംഗ് കോയിലിൻ്റെ രണ്ട് എൻഡിലും ഓരോ ടേൺസ് നമുക്ക് ഇനാക്റ്റീവായിട്ട് മാറുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ എൻഡിൻ്റെ കേസിലും സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡിൻ്റെ കേസിലും എന്താണ് ഒരേപോലെ തന്നെയാണ്. ഇനാക്റ്റീവ് കോയിൽസിൻ്റെ എണ്ണം 2 ആണ്. ഓക്കെ, ഓരോ കോയിൽസ് രണ്ട് എൻഡിലും ഇനാക്റ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് -2 ചെയ്താൽ ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ബുക്കിൽ ഇങ്ങനത്തെ ഒരു ടേബിൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ 4 തരത്തിലുള്ള എൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലെയിൻ എൻഡിൻ്റെ കേസിൽ എൻഡ് കോയിൽസ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് കോയിൽസ് 0 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസും ആക്റ്റീവ് നമ്പർ ഓഫ് കോയിൽസും ഒക്കെ 1 തന്നെയാണ്. ദെൻ പ്ലെയിൻ എൻഡിൻ്റെ കേസിൽ ഇനാക്റ്റീവ് കോയിൽസിൻ്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആക്റ്റീവ് നമ്പർ ഓഫ് കോയിൽസ് I ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറയുമ്പോൾ I+1 എന്ന് വരും. ദെൻ സ്ക്വയർ എൻഡിൻ്റെ കേസിലും ഗ്രൗണ്ട് എൻഡിൻ്റെ കേസിലും ഇനാക്റ്റീവ് കോയിൽസിൻ്റെ എണ്ണം 2 ആണ്, ആക്റ്റീവ് കോയിൽസിൻ്റെ എണ്ണം I ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറയുമ്പോൾ I+2 എന്ന് വരും. ഓക്കെ, ദെൻ നമ്മൾ സോളിഡ് ലെങ്ത് കണ്ടുപിടിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. സോളിഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു വയർ ഡയാമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇക്വേഷൻസിൽ ചെറിയ മാറ്റമുണ്ട്. അതായത് പ്ലെയിൻ എൻഡ് കേസിലുള്ള ഒരു സ്പ്രിങ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് I ആണ്, I+1 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ്. I × D എന്നാണ് ഇവിടെ സോളിഡ് ലെങ്ത് വരാൻ പാടുള്ളൂ. ഓക്കെ, I × D. ദെൻ രണ്ടാമത്തെ കേസിൽ ശരിയാണ്, I+1 × D. മൂന്നാമത്തതിൽ ഇവിടെ I+3 എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. I+2 × D തന്നെയാണ് വരേണ്ടത്. അതേപോലെ ഇവിടെയും I+2 × D തന്നെയാണ്. ഓക്കെ, ദെൻ ഫ്രീ ലെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫ്രീ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നേരത്തെ കണ്ടിരുന്നു. ഓക്കെ, ഫ്രീ ലെങ്ത് = സോളിഡ് ലെങ്ത് പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ പ്ലസ് ടോട്ടൽ ക്ലിയറൻസ്. അപ്പോൾ ഇവിടെ ഈ തെറ്റുകൾ, ഈ കോളത്തിലുള്ള തെറ്റുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ ലെങ്ത് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ I × D + Y + A എന്ന് കാണിക്കണം. അതേപോലെ I+1 × D + Y + A, ഇത് കറക്റ്റാണ്. ദെൻ ഇവിടെ I+3 എന്നുള്ളത് 3 അല്ല 2 ആണ്. ബാക്കിയുള്ള ഇക്വേഷൻസൊക്കെ ശരി തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഈ രീതിയിൽ ഫ്രീ ലെങ്ത്തുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒന്നുകിൽ റെഫർ ചെയ്യാം, പക്ഷേ ഇതിലുള്ള 2 ഇക്വേഷനിലുള്ള കറക്ഷൻസ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ദെൻ പിച്ച്, കോയിലിൻ്റെ പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം, പിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് പറഞ്ഞു. അതായത് ഫ്രീ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് -1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ പിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് സ്പ്രിങ്സ്, അതേപോലെ അതിലെന്താണ് ഹെലിക്കൽ സ്പ്രിങ്, ദെൻ എന്തൊക്കെയാണ് ഹെലിക്കൽ സ്പ്രിങ്സിൻ്റെ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത്, കുറച്ച് ചെറിയ ചെറിയ ഇക്വേഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.